ഹലോ ഗൈസ്, ഞാൻ അൽജോ എലിസ് എൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ബ്ലാക്ക് റോക്ക് അല്ലെങ്കിൽ വാൻഗാർഡ്, ഈ രണ്ട് കമ്പനികൾ ആരാണ്? ഇവരാണോ ശരിക്കും ഇലുമിനാറ്റി? ഇവരാണോ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്? ലോകത്തെ ഏറ്റവും വലിയ കമ്പനികൾ ഇവരാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ഇതിനെക്കുറിച്ചുള്ളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരാനായിട്ടാണ് ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണമായ ആ റീൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. Who's the most powerful person in the world? Elon Musk, Donald Trump, Bunny. I am talking about Larry Fink. He is the CEO of BlackRock. There is not so many information about this person or the company in any of the social media or across the world. So BlackRock is the largest asset management company in the world. Their investments are spread across and more than 90 countries in the world. Assets are more than $10 trillion in the world. We can call this company as shadow power because in most of the companies they have their shares. The companies like Google, YouTube, Apple and many more. Now imagine the people who are using this application just for watching videos or doing any shoppings, automatically the share is going to this company. Not only that, in fact, the last time when Corona came, the US government asked this company to manage their assets. Now you can imagine how much powerful is this person as well as this company. അപ്പം നമുക്കൊന്ന് എന്താണ് ഈ പറഞ്ഞ ബ്ലാക്ക് റോക്ക്, എന്താണ് ഈ വാൻഗാർഡ്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആദ്യമേ ഒന്ന് മനസ്സിലാക്കാം. ഈ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നതും വാൻഗാർഡ് എന്ന് പറയുന്നതും ഈ രണ്ട് കമ്പനികളും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളാണ്. ഇത് നമ്മൾ ഈ കാണുന്നത് പോലെ ആപ്പിൾ പോലെയോ മൈക്രോസോഫ്റ്റ് പോലെയോ അല്ലെങ്കിൽ ഗൂഗിൾ പോലെയോ ഇങ്ങനെയുള്ള ഒരു കമ്പനി അല്ല ഈ പറഞ്ഞ വാൻഗാർഡും ബ്ലാക്ക് റോക്കും. ഇതിന് കറക്റ്റായിട്ടൊരു എക്സാമ്പിൾ പറയുക എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് ഒത്തിരി മ്യൂച്വൽ ഫണ്ടുകൾ നടത്തുന്ന ഫണ്ട് ഹൗസുകളെ അറിയാം അല്ലേ? ആക്സിസ് ആവാം, അതേപോലെ തന്നെ ICICIയുടെ ഫണ്ട് ഹൗസുകളുണ്ട്, മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഫണ്ട് ഹൗസുകളുണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഫണ്ട് ഹൗസുകൾ. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയത്തില്ലാത്ത, ഒരു സ്റ്റോക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അത് പിക്ക് ചെയ്ത് അതിനകത്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയത്തില്ലാത്ത ആളുകൾക്ക് അവർക്കും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു എക്സ്പോഷർ ഉണ്ടാവണമെന്നും ലോങ് ടൈം ആയിട്ട് വെൽത്ത് ജനറേറ്റ് ചെയ്യണമെന്നും ഉള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള സംവിധാനമാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ. അത് ഈ പറഞ്ഞ അമേരിക്കയിലും ഉണ്ട്, ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടുകളെ മാനേജ് ചെയ്യാൻ അവിടെ ഒരു ഫണ്ട് ഹൗസ് വേണ്ടേ? അപ്പോൾ അതേപോലെയുള്ളൊരു ഫണ്ട് ഹൗസാണ് അല്ലെങ്കിൽ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് ഈ ബ്ലാക്ക് റോക്കും വാൻഗാർഡും. അപ്പോൾ ഇതിനകത്ത് കുറേ നമ്മൾ കണക്കുകൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ മജോറിറ്റി ഷെയറും ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് വാൻഗാർഡ്. അപ്പം തിയററ്റിക്കലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ വാൻഗാർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ, അതായത് ബ്ലാക്ക് റോക്കിനകത്ത് ഷെയർ ഹോൾഡിംഗ് ഉണ്ട്, വാൻഗാർഡിന് മജോറിറ്റി ഷെയർ ഹോൾഡിങ്ങും അല്ലെങ്കിൽ മേജർ ഷെയർ ഹോൾഡിങ്ങും വരുന്നത് വാൻഗാർഡിനാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് സ്ട്രീറ്റ്, അതേപോലെ തന്നെ അമേരിക്കയിലുള്ള ചില ബാങ്കുകൾ, ഇവരെല്ലാം ഈ പറഞ്ഞ ബ്ലാക്ക് റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഈ പറഞ്ഞ ബ്ലാക്ക് റോക്ക് അപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം സ്വന്തമായിട്ടുള്ളൊരു കമ്പനിയാണോ? ബേസിക് ആയിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും ഇത് ഒരു വ്യക്തി മാത്രം നടത്തുന്നതല്ല. ഈ നമ്മുടെ ലോകത്തുള്ള ഏതൊരു വലിയ ഓർഗനൈസേഷൻ, ഏതൊരു കമ്പനി എടുത്താലും ആ കമ്പനി ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ വളരെ വിരളമാണ്. പല കമ്പനികളും പബ്ലിക്കലി ലിസ്റ്റഡ് ആണ്, പബ്ലിക്കലി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ട്രേഡ് ചെയ്യാൻ പറ്റും. വലിയ കമ്പനികളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ TCS ആവട്ടെ, ടാറ്റ പവർ ആവട്ടെ, അല്ലെങ്കിൽ സൊമാറ്റോ ആവട്ടെ, നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ കമ്പനികൾ, ഇങ്ങനെയുള്ള കമ്പനികൾ എടുത്താലും ഇത് നമുക്ക് പബ്ലിക്കലി നമുക്ക് ഇതിൻ്റെ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും പറ്റും. ഇതേപോലെ തന്നെ പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ബ്ലാക്ക് റോക്ക്. ഇതിനകത്ത് മറ്റ് പല കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു കമ്പനി അല്ലെങ്കിൽ ഒരാളുടെ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടല്ല ഈ കമ്പനികളൊന്നും വർക്ക് ചെയ്യുന്നത്. ഇനി വാൻഗാർഡിലേക്ക് വരുന്ന സമയത്ത്, വാൻഗാർഡ് എന്ന് പറയുന്നത് ഈ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വാങ്ങാനോ വിൽക്കാനോ പറ്റുന്ന ഒരു കമ്പനിയല്ല. അതിൻ്റെ ഷെയറുകളും നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ല. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രൈവറ്റ് ബാങ്കും ഒരു സഹകരണ ബാങ്കും നമുക്ക് എടുക്കാം. പ്രൈവറ്റ് ബാങ്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പ്രൈവറ്റ് ബാങ്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബാങ്ക് ആണെങ്കിൽ അതിന് ഷെയർ ഹോൾഡേഴ്സ് കാണും. അത് ഒന്നെങ്കിൽ മേ ബി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് ഷെയർ വാങ്ങി നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാം. അതല്ലാത്ത പക്ഷം അതിനകത്ത് മേജർ പ്രൊമോട്ടർ ഹോൾഡിംഗ് കാണും. അതേപോലെ തന്നെ ഓരോ കമ്പനികൾ വന്ന് ഈ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ബാങ്കിൽ തന്നെ മറ്റൊരു ബാങ്ക് ഒരു നിശ്ചിത ശതമാനം പോർഷൻ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് കാണും. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് ഒരു പ്രൈവറ്റ് ബാങ്ക് വർക്ക് ചെയ്യുന്നത്. അതേസമയം ഒരു സഹകരണ ബാങ്ക് എന്താ? നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ സഹകരണ ബാങ്കിൽ എന്താ, നമ്മളൊക്കെ ചേർന്ന് നമ്മളെപ്പോലുള്ള മെമ്പേഴ്സിൽ ചെന്ന് അവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് നമ്മൾ ത്രൂ ആയിരിക്കും ആ ബാങ്ക് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്ര മെമ്പർഷിപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ മെമ്പർഷിപ്പിൻ്റെ ഒരു എമൗണ്ട് എന്താണോ അതനുസരിച്ച് നമുക്ക് അവിടെ ഒരു ഷെയർ ഹോൾഡിങ് ഈ പറഞ്ഞ സഹകരണ ബാങ്കിലുണ്ടാവും. അപ്പം നമുക്ക് ഈ സഹകരണ ബാങ്കിലൊക്കെ വോട്ടെടുപ്പൊക്കെ നടക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറില്ലേ? ആ സമയത്ത് നമുക്ക് മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാർക്ക് പോയി വോട്ട് ചെയ്യാം. അതേപോലെ തന്നെ സഹകരണ ബാങ്കിൻ്റെ വളർച്ചയുടെ ഭാഗമാകാനുള്ള ഒരു ചാൻസും നമുക്കുണ്ട്. അതേപോലെ ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ അതേപോലെ
അതേപോലെ ഒരു ഓർഗനൈസേഷനാണ് വാൻഗാർഡ്. അപ്പോൾ ഇതൊന്നും ഒരു വ്യക്തിയുടെ മാത്രം കുത്തകയായിട്ടിരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം നമുക്ക് കുറച്ച് തിയററ്റിക്കലായിട്ട്, ഇത്രയും പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് തിയററ്റിക്കലായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കണക്കുകൾ നമ്മളൊന്ന് നോക്കണം. അപ്പം നമുക്ക് ആദ്യമേ പറയുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളിൽ തന്നെ പെടുന്ന 2 കമ്പനികളാണ് ബ്ലാക്ക് റോക്കും അതേപോലെ തന്നെ വാൻഗാർഡും. ഇതിൽ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനി തുടങ്ങുന്നത് 1988-ലാണ്. അതേപോലെ തന്നെ ഇതിന് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂയോർക്കിലാണ്. അതേപോലെ തന്നെ ഇത് പബ്ലിക്കലി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പബ്ലിക്കലി ട്രേഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഈ ബ്ലാക്ക് റോക്ക്. അതേസമയം ഇതിന്റെ മാനേജ്മെന്റ്, ഇത് മാനേജ് ചെയ്യുന്ന അസറ്റിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 10 ട്രില്യണിന് മുകളിലാണ്. 2024 കണക്കനുസരിച്ച് 10 ട്രില്യണിനും അധികം ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് ഇവരുടെ കയ്യിൽ ഇവർ മാനേജ് ചെയ്യുന്ന അസറ്റുകൾ ഉണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇനി വാൻഗാർഡിലേക്ക് വരുന്ന സമയത്ത് വാൻഗാർഡിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 1975 അതായത് ഈ പറഞ്ഞ ബ്ലാക്ക് റോക്ക് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയ കമ്പനിയാണ് വാൻഗാർഡ്. അതേപോലെ തന്നെ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും വരുന്നത് USA തന്നെയാണ്. അവിടെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ബേസ് ചെയ്ത് നമുക്കൊരു ഷെയർ ഹോൾഡിംഗ് ഉണ്ടാവും. അതേപോലെ ഒരു കമ്പനിയാണ് വാൻഗാർഡ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു, സഹകരണ ബാങ്ക് പോലെ ഇതിനകത്ത് മെമ്പർഷിപ്പ്, അതായത് നമുക്ക് ഇപ്പം വാൻഗാർഡ് നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളിലോ ETF-കളിലോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും തിയററ്റിക്കലി വാൻഗാർഡിന്റെ ഒരു ഓണറായിട്ട് മാറും. ഇവർ മാനേജ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 8 ട്രില്യന് മുകളിലേക്ക്, അതിനുള്ള ഒരു 2024 കണക്ക് പ്രകാരം കേട്ടോ, 8 ട്രില്യൺ US സമാനമായ ഒരു തുകയാണ് ഇവർ ആക്ച്വലി മാനേജ് ചെയ്യുന്നത്. അപ്പം ഇവരെ 2 കമ്പനികളും ആക്ച്വലി ഇവരുടെ സ്വന്തം പൈസ അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ റീൽസിൽ പറയുന്നത് പോലെ ഇവരാണ് ലോകത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്നതൊന്നും അല്ല. ഇവർ ഒരു ലോകത്തെയും കൺട്രോൾ ചെയ്യുന്നില്ല. ഇവരാകെപ്പാടെ ഇവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ചെറുതായിട്ടെങ്കിലും പറ്റുമെങ്കിൽ ഇവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ മേ ബി ചെറിയൊരു മൊമെന്റം സൃഷ്ടിക്കാനായിട്ട് പറ്റും. അവിടെയും ഒരു കാര്യമുണ്ട്, അങ്ങനെ ചുമ്മാ കയറി മൊമെന്റം ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പ്രോപ്പറായിട്ടുള്ള റെഗുലേറ്ററീസ് അല്ലെ അതോറിറ്റീസ് ഉണ്ട്. അവർ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്തൊരു സംവിധാനത്തിൻ്റെ അണ്ടറിലാണ് ഇവരും വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവർ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പൈസ അല്ലെങ്കിൽ ഡോളേഴ്സ് മൊത്തം സാധാരണക്കാരായ ആളുകൾ, അതേപോലെ തന്നെ ഗവൺമെൻറ്, അതേപോലെ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെ കൊടുക്കുന്ന പൈസയാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവരുടെ സ്വന്തം പൈസ എടുത്ത് അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള സ്വന്തം എമൗണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമല്ല. ചെറിയൊരു അനുപാതം ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ചെറിയ ശതമാനം എമൗണ്ട് ഇവരുടെ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇവരുടെ സ്വന്തം കയ്യിലുള്ള ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈസ ഇവർ ഉപയോഗിക്കുന്നു കാണും. അല്ലാത്ത പക്ഷം മജോറിറ്റി, അതായത് ഒരു 90%, ഇപ്പം നമുക്കൊരു കണക്ക് പറയുവാണെങ്കിൽ 90%-ലധികവും ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മറ്റുള്ള ആളുകളുടെ കയ്യിലെ പൈസയാണ്. അപ്പോൾ ഇവരാണോ ശരിക്കും ഈ ലോകത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള കമ്പനികൾ? ഇപ്പോൾ ഒരു ആൽഫബറ്റ് നമ്മുടെ ഗൂഗിളിൻ്റെ പേരൻ്റ് ആയിട്ടുള്ള കമ്പനിയാണ്. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, ഇവരുടെയൊക്കെ മുന്നിൽ ഈ പറഞ്ഞ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ വളരെ ചെറുതാണ്. ഇവരെ മാനേജ് ചെയ്യുന്ന അസറ്റിനാണ് ഈ വലിപ്പം. ഈ അസറ്റുകളെല്ലാം വാങ്ങാൻ ഇവർക്ക് എമൗണ്ട് കിട്ടുന്ന എവിടുന്ന? നമ്മളെ പോലുള്ള സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, അതേപോലെ തന്നെ ഗവൺമെൻറ്, അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ, അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ വരുമ്പം അതിനകത്തേക്ക് വരുന്ന പാർട്ടിസിപ്പേഷൻസ്, പെൻഷൻ ഫണ്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ പൈസ വരുന്നത്. ഇവരാ പൈസ പ്രോപ്പറായിട്ട് എടുത്ത് മാനേജ് ചെയ്യുന്നു, പല സ്ഥലങ്ങളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ലാഭം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നമ്മുടെ എമൗണ്ട് എടുത്ത് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന എക്സ്പെൻസ് റേഷ്യോ, അതായത് നമ്മുടെ എൻ്റയർ ട്രാൻസാക്ഷൻസ് മാനേജ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഫീസാണ് ഇവരുടെ ലാഭം. ഇനി നമുക്ക് ഇതിനകത്തെ കുറച്ച് കണക്കുകൾ, ഇപ്പം ചില ആളുകൾക്ക് തോന്നാം, അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കപ്പം ആ കമ്പനികളെ എല്ലാം നിയന്ത്രിക്കാനുള്ള പവർ ഇല്ലേ എന്ന് ഒരു ചോദ്യം വരും. അപ്പം തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമുക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിയെ നിയന്ത്രിക്കുമ്പം നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണ്ടേ? അല്ലേ? ഒരു മജോറിറ്റി ഷെയർ ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനിയിൽ നമ്മൾ നിൽക്കുമ്പം ആ കമ്പനിയുടെ വളർച്ചയുടെ ഒരു ഭാഗമാകാൻ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ നമുക്ക് കിട്ടുക എന്നുള്ളത് അതിനുവേണ്ടി ആയിരിക്കും നമ്മൾ ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്ന എന്തിനാണ്? നമുക്ക് പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ ബ്ലാക്ക് റോക്കിനോ വാൻഗാർഡിനോ ഒന്നും അവർക്ക് സ്വന്തമായി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ഒരു കമ്പനിയുടെയും ഷെയർ, അതായത് ഡയറക്ടർ ബോർഡിൽ ഇരുന്നു അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഇവർ ഈ പറയുന്നത് പോലെയല്ല.
അല്ല. ഇപ്പോൾ വാൻഗാർഡിന് ഒരു 50% ഷെയർ ഗൂഗിളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മൈക്രോസോഫ്റ്റിന് ഒരു 50% ഷെയർ ഉണ്ടെങ്കിൽ ആ 50% തത്തുല്യമായ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഡിവിഡൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇത് വാൻഗാർഡ് അല്ല എടുക്കുന്നത്. ആ എമൗണ്ട് മൊത്തം ഈ വാൻഗാർഡ് ത്രൂ ഈ ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബ്ലാക്ക് റോക്ക് ത്രൂ ഈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനാണ് പോകുന്നത്. അതിപ്പം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് പെൻഷൻ ഫണ്ട് ത്രൂ വരുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ സൈഡിൽ നിന്ന് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണെങ്കിലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഇവരുടെ എല്ലാ എമൗണ്ട് നേരെ പോകാൻ പോകുന്നത് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയിലേക്കും അവിടുന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് തിരിച്ചു വരുന്നത് ഈ പറഞ്ഞ ഓരോ ഇൻവെസ്റ്റേഴ്സിലേക്കുമായിരിക്കും. അല്ലാതെ ഒരിക്കലും വാൻഗാർഡിനോ ബ്ലാക്ക് റോക്കിനോ ഈ കിട്ടുന്ന ഇവരെടുക്കുന്ന വോട്ടിംഗ് റൈറ്റ്സിൻ്റെ പേരിലോ ഇവർ ത്രൂ ഈ കമ്പനിക്ക് വരുന്ന പ്രോഫിറ്റിൻ്റെ പേരിലോ ഒന്നും ഇവർ വലിയ ശതകോടികളൊന്നും സമ്പാദിക്കാൻ പോകുന്നില്ല. പിന്നെ ഇവർക്കുള്ള ലാഭം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ പ്രോപ്പറായിട്ടൊരു ഫണ്ട് മാനേജ് ചെയ്ത് നല്ല രീതിയിൽ ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇവർ കൊണ്ടു നടക്കുന്ന ഒരു ETF നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കൂടുതൽ ആളുകൾ ഇവരുടെ ഫണ്ട് ഹൗസിലേക്ക് അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ആകൃഷ്ടരാവുകയും അങ്ങോട്ട് കൂടുതൽ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരികയും ചെയ്യും. അതുമൂലം ഇവർക്ക് കിട്ടുന്ന ഇത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എക്സ്പെൻസും അതിന് വരുന്ന ഫീസും എല്ലാം ഈ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഇവർക്ക് കളക്ട് ചെയ്യാനും അതനുസരിച്ച് ഈ കമ്പനികൾക്ക് വളരാനും പറ്റും. ഇതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഈ പറഞ്ഞ ബ്ലാക്ക് റോക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന വാൻഗാർഡോ ഒന്നും അല്ല ഈ ലോകം നിയന്ത്രിക്കുന്നത്. അവരല്ല ഏറ്റവും വലിയ കമ്പനികളും. അപ്പോൾ ഈ ബ്ലാക്ക് റോക്കിൻ്റെ സിഇഒയുടെ കാര്യം ഇവിടെ പറഞ്ഞു. പുള്ളിയാണ് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളെന്ന്. ഓക്കെ, പുള്ളിയുടെ തീരുമാനങ്ങൾ മേ ബി വാൻഗാർഡിൻ്റെ അല്ലെങ്കിൽ ബ്ലാക്ക് റോക്കിൻ്റെ ഒക്കെ സിഇഒയുടെ തീരുമാനങ്ങൾ ആ കമ്പനിയെ ബാധിക്കും. അത് ഏതൊരു കമ്പനിയാണെങ്കിലും അതിൻ്റെ സിഇഒ അല്ലെങ്കിൽ അതിൻ്റെ കീ റോളുകളിലിരിക്കുന്ന ആൾക്കാരുടെ തീരുമാനങ്ങൾ ആ കമ്പനിയെ ബാധിക്കും. പ്രത്യേകിച്ച് പക്ഷേ ഇങ്ങനെ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ തീരുമാനങ്ങളെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ ഈ കമ്പനികൾക്ക് സാധിക്കും. പക്ഷേ ഇവരുടെയൊക്കെ രീതി അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മുന്നോട്ടുള്ള പോക്ക് എന്ന് ഉള്ളതിനെ ഈ ഒരു ഡിസിഷൻ ബേസ് ചെയ്തിട്ടിരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെടുക്കുന്ന ഓരോ ഡിസിഷൻസിനും വളരെയേറെ വിലയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ പോയി ചുമ്മാ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് ആഗോള സമ്പദ് വ്യവസ്ഥയെ മൊത്തം തകർത്തേക്കാം എന്നൊന്നും വിചാരിച്ച് അല്ലെങ്കിൽ ഇവർ ഫുൾ കമ്പനികളെ മാനേജ് ചെയ്തേക്കാം മാനിപ്പുലേറ്റ് ചെയ്തേക്കാം എന്നൊന്നും വിചാരിച്ചാൽ അതൊന്നും നടക്കത്തില്ല. അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള റെഗുലേറ്ററീസ് ഉണ്ടെന്നുള്ളതാണ്. അമേരിക്കയുടെ കേസിൽ ഇപ്പം നമുക്ക് ഇന്ത്യയിൽ അറിയാം. ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളെ റെഗുലേറ്റ് ചെയ്യുന്ന സംവിധാനം അല്ലെങ്കിൽ അതിനുള്ള ഒരു മാർഗ്ഗമേത സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റിനെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ ഒക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് അമേരിക്കയിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്. അതേപോലെ തന്നെ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബർ, അതായത് പെൻഷൻ ഫണ്ടൊക്കെ മാനേജ് ചെയ്യാൻ. ഇപ്പം നമുക്ക് തന്നെ ഇന്ത്യയിലാണെങ്കിൽ പോലും അതിലേക്ക് വരാം കേട്ടോ. അപ്പം ഈ പെൻഷൻ ഫണ്ടൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബർ ഇതിനകത്ത് റെഗുലേഷൻസ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫെഡറൽ റിസർവ് ഇതിനകത്തേക്ക് റെഗുലേഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ആളുകളുടെ ഒരു റെഗുലേഷൻ്റെ അണ്ടറിലാണ് ഈ പറഞ്ഞ ബ്ലാക്ക് റോക്കും ഈ പറഞ്ഞ വാൻഗാർഡും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ വലിയ കമ്പനികളാണെന്നുള്ളത് കൊണ്ട് തന്നെ മാനിപ്പുലേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ മേലുള്ള റെഗുലേഷൻസും ചെക്കുകളും മറ്റു കമ്പനികളെക്കാൾ കൂടുതലാണ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ചെറിയ കമ്പനി വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ചെക്കുകളെക്കാളും ഒത്തിരി ലെവൽ ഓഫ് അഡീഷണൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഇങ്ങനെയുള്ള വലിയ ഓർഗനൈസേഷൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു ടേം പറഞ്ഞു, US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബർ. ഇതെന്താ സംഭവം? ഇപ്പം നമുക്കറിയാം ഇന്ത്യയിൽ നിങ്ങൾ പെൻഷൻ ഫണ്ടിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മന്ത്ലിയോ ഇയർലിയോ ഒക്കെ നമുക്ക് നമ്മുടെ സാലറിയിൽ നിന്നൊരു എമൗണ്ട് NPSലേക്ക് ഇടാം. നമുക്ക് വയസ്സാവുന്ന സമയത്ത് നമുക്ക് പെൻഷനായിട്ടും അതേപോലെ തന്നെ ഒരു എമൗണ്ട് ബൾക്കായിട്ടും ഒക്കെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന രീതിയിൽ ഒരു സിസ്റ്റമാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഈ NBS പോലെ തന്നെ ഓരോ രാജ്യങ്ങളിലും പെൻഷൻ ഈ വിദേശത്തേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ആൾക്കാരുടെ ഒരു അട്രാക്റ്റീവ് ഫാക്ടർ എന്താ? വയസ്സാം കാലത്ത് അവർ ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്തോളും. എങ്ങനെയാണ് ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ആളുകളുടെ നമ്മുടെ നിന്ന് ടാക്സ് ആയിട്ട് എമൗണ്ട് പിടിച്ചിട്ട് അതിങ്ങനെയുള്ള പെൻഷൻ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. പെൻഷൻ വയസ്സാം കാലം ആകുമ്പം ആളുകൾക്ക് പെൻഷനായിട്ട് പൈസ കൊടുക്കും, അവരുടെ മെഡിക്കൽ കാര്യങ്ങളെല്ലാം നോക്കും. അപ്പോൾ ഈ പെൻഷൻ ഫണ്ടെല്ലാം എവിടെയാണ് പോകുന്നത്? സ്വാഭാവികമായിട്ടും US-ൻ്റെയും കാനഡയുടെയും ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ എല്ലാം പെൻഷൻ അവർ ലോകത്തുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയിൽ പല അസറ്റ് ക്ലാസ്സുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ US-ൻ്റെയും കാനഡയുടെയൊക്കെ ഈവൻ പെൻഷന് വേണ്ടി ഉപയോഗിക്കുന്ന പെൻഷനായിട്ട് കളക്ട് ചെയ്യാൻ ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഈവൻ ഇന്ത്യയിലും ചൈനയിലും UK-യിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ?
ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ മറ്റ് രാജ്യങ്ങളിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഇങ്ങനെയുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ത്രൂ ആണ്. ഇപ്പം നമുക്ക് NBSൻ്റെ കേസിൽ നമുക്ക് NBSനകത്ത് തന്നെ പല ഫണ്ട് ഹൗസുകളുണ്ട്. നമുക്ക് HDFCയുടെ പ്ലാൻ വേണേൽ തിരഞ്ഞെടുക്കാം, ICIC, അതേപോലെ തന്നെ വേറെ കുറേ കോട്ടക് മഹീന്ദ്രയുടെ കോട്ടക് അസറ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. എനിക്ക് കറക്റ്റ് ചെയ്യാൻ ഓർക്കുന്നില്ല. അങ്ങനെയുള്ള കുറേ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ത്രൂ നമുക്ക് ഇവരുടെ പാസ്റ്റ് പെർഫോമൻസ് നോക്കി നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഫണ്ട് ഹൗസ് ത്രൂ നമ്മൾ NBSൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ പറഞ്ഞ വികസിത രാജ്യങ്ങൾ, ഇപ്പോൾ US ആണെങ്കിൽ അവിടെ വരുന്ന പെൻഷന് വേണ്ടി അവർ ഉപയോഗിക്കാനായിട്ട് വെച്ചിരിക്കുന്ന എമൗണ്ട് ഈ പറഞ്ഞ വാൻഗാർഡും ബ്ലാക്ക് റോക്കും ഒക്കെ ത്രൂ എന്ത് ചെയ്യും, സ്റ്റോക്ക് മാർക്കറ്റിലേക്കും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയിലേക്കും ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് ഈ ഒരു കാര്യം ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സാധാരണക്കാരൻ്റെ പെൻഷൻ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിനകത്ത് റെഗുലേറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും റെഗുലേഷൻസ് ഉള്ള, ഇത്രയും ഇവരെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇലുമിനാറ്റി പോലെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ലോകത്തെ മൊത്തം മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ടൊന്നും പ്രവർത്തിക്കാൻ ഈ പറഞ്ഞ ബ്ലാക്ക് റോക്കിനും വാൻഗാർഡിനും ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു രാജ്യത്തെ അട്ടിമറിക്കാൻ, ഈവൻ ഇത്രയും പവർഫുൾ ആണെങ്കിൽ ഒരു രാജ്യത്തെ പോലും അട്ടിമറിക്കാനായിട്ട് ഈ കമ്പനികൾക്ക് പറ്റണ്ടേ? അങ്ങനെ ഒരു രാജ്യത്തെ ഗവൺമെൻറ് അങ്ങനെ ഒരു കമ്പനിയെ വളരാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇവരെല്ലാം പറയുന്നതാണ് ഇവരുടെ AUM, അതായത് ഇവർ മാനേജ് ചെയ്യുന്ന അസറ്റുകളുടെ എമൗണ്ട്, അത് വെച്ചിട്ടാണ് ഇവർ ഈ കമ്പനികളെ കുറിച്ച് പറയുന്നത്. ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ AUM അല്ല ഒരു കമ്പനിയുടെ നെറ്റ്വർത്ത്. ഒരു കമ്പനിയുടെ നെറ്റ്വർത്തും AUM തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കമ്പനിയുടെ ആകെ മൊത്തം ആസ്തിയും മറ്റുള്ളവരുടെ എമൗണ്ട് എടുത്ത് അവർ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നതും രണ്ടും രണ്ടാ. ഇപ്പം എന്നെ ഒരാൾ വേറൊരാളുടെ പൈസ ഏൽപ്പിച്ച് അത് വെച്ചിട്ട് ബിസിനസ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ എമൗണ്ട് ആണോ? അല്ല. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു 1 ലക്ഷം രൂപ തന്നിട്ട് ഇത് മാനേജ് ചെയ്യുക, ഇത് വെച്ചൊരു ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് ചെയ്തു, അതിനകത്ത് നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആ ഫ്രണ്ടിന് തിരിച്ചു കൊടുക്കണം. അല്ലാതെ അത് എൻ്റെ എമൗണ്ട് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു 10 പേര് 1 ലക്ഷം രൂപ വെച്ച് തന്ന് 10 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പം എൻ്റെ അടുത്തുള്ള 2 കമ്പനികൾക്ക് 2 ലക്ഷം രൂപ ഇത് അവരുടെ ടോട്ടൽ നെറ്റ്വർത്ത്. അപ്പോൾ എൻ്റെ 10 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞ് ഞാനാണോ ഏറ്റവും വലിയ കമ്പനി? അല്ല, ഒരിക്കലും അല്ല. ഞാൻ മറ്റുള്ളവരുടെ ഫണ്ട് വെച്ചിട്ടാണ് ഞാൻ മാനേജ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ എൻ്റെ ട്രാൻസാക്ഷൻസ് നടത്തുന്നു അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പേരിൽ എനിക്കൊരു ഫീ കിട്ടും. ആ ഫീ ആണ് എൻ്റെ വരുമാനം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ വാൻഗാർഡും ബ്ലാക്ക് റോക്കും അവരുടെ മാത്രം നെറ്റ്വർത്ത്, റിയൽ നെറ്റ്വർത്ത് വെച്ച് കമ്പയർ ചെയ്താൽ ഈ പറഞ്ഞ ആപ്പിളിൻ്റെയോ ഈ പറഞ്ഞ മൈക്രോസോഫ്റ്റിൻ്റെയോ ഒന്നും 7 അയൽവക്കത്ത് പോലും വരുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കീ റോളുകളിൽ ഇരിക്കുന്ന CEOമാരും അതേപോലെ തന്നെ ഇവരുടെ വൈസ് പ്രസിഡന്റുമാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ സാലറി മാത്രമാണ് അവരെ മുന്നോട്ട് പോകുന്നത്. അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഓഫ് കോഴ്സ് വിലയുണ്ട്, പക്ഷേ അവരുടെ സാലറിയും അവരിതുവരെ ഉണ്ടാക്കിയതുമാണ് അവരുടെ നെറ്റ്വർത്ത്. അല്ലാതെ കമ്പനിയുടെ ഇതല്ല ഈ CEOമാരുടെ ഒന്നും നെറ്റ്വർത്തായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. കമ്പനി ചിലപ്പം ലക്ഷക്കണക്കിന് രൂപ അല്ലെ കോടിക്കണക്കിന് രൂപ മാനേജ് ചെയ്യുന്നത് കാണും. കമ്പനി പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നത് കാണും. അതൊന്നും അതിൻ്റെ CEOമാർക്കല്ല. അത് ഷെയർ ഹോൾഡിങ്, ആ കമ്പനിയിൽ എത്ര % ഷെയർ ഉണ്ട്, ആ ഷെയർ ഹോൾഡർമാർ ആരാണ്, അവർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ്. നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ വാൻഗാർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ കാര്യം എസ്പെഷ്യലി എടുത്ത് സംസാരിക്കുന്ന സമയത്ത് വാൻഗാർഡിന് ഒരിക്കലും ഒരാൾ മാത്രമായിട്ട് ഒരു ഷെയർ ഹോൾഡർ ഒന്നും ഇല്ല. അതൊരു സഹകരണ ബാങ്ക് പ്രവർത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിനകത്ത് പല ആളുകളുടെ പൈസ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിലും വാൻഗാർഡിൻ്റെ ഓണർ ആവാമെന്നേ. എങ്ങനെയാണ്? നമുക്കിപ്പം മ്യൂച്വൽ ഫണ്ട് ത്രൂ, അതായത് വാൻഗാർഡ് നടത്തുന്ന മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF-കളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളും തിയററ്റിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി നോക്കുമ്പോൾ വാൻഗാർഡിൻ്റെ ഓണർ തന്നെയാണ്. വാൻഗാർഡിനകത്ത് ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഷെയർ ഹോൾഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ മ്യൂച്വൽ ഫണ്ടിലോ ETF-ലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇവർ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ നമുക്കായിരിക്കും വരുന്നത്. ഇതിനകത്ത് ഇൻവെസ്റ്റേഴ്സിനായിരിക്കും. ജസ്റ്റ് ഇതിനകത്ത് വാൻഗാർഡ് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒരു കസ്റ്റമർ മാത്രമല്ല. ഇപ്പോൾ ബ്ലാക്ക് റോക്ക് ത്രൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് റോക്കിൻ്റെ കസ്റ്റമേഴ്സാണ്. അതേസമയം നമ്മൾ ഈ വാൻഗാർഡ് ത്രൂ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും വാൻഗാർഡിൻ്റെ കസ്റ്റമർ മാത്രമല്ല, നമ്മൾ വാൻഗാർഡിൻ്റെ ഓണർഷിപ്പ് ഷെയർ ചെയ്യുന്ന എത്ര % അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്കും അവിടെ ഒരു ഓണർഷിപ്പ് ഉണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒത്തിരി കോസ്റ്റ് ഇവർക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ വാൾ സ്ട്രീറ്റിൽ, അതായത് നമ്മൾ പുറമേയുള്ള എക്സ്റ്റേണൽ ഷെയർ ഹോൾഡേഴ്സിന് കൊണ്ട് ഈ അവർ എമൗണ്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യമാണ് ഈ പറഞ്ഞ വാൻഗാർഡ് നോക്കുന്നത്. അപ്പോൾ ലോകത്തുള്ള പല കമ്പനികളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ വാൻഗാർഡും ബ്ലാക്ക് റോക്കും മജോറിറ്റി അമേരിക്കയിലുള്ള ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പല കമ്പനികളിലും മേജർ ഷെയർ ഹോൾഡറായിട്ട് നിൽക്കുന്ന ഈ ബ്ലാക്ക് റോക്കും വാൻഗാർഡുമാണ്. പക്ഷേ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മൊത്തം നാട്ടുകാരുടെ അല്ലെങ്കിൽ പെൻഷൻ ഫണ്ടിൻ്റെയും ഇൻഷുറൻസ് കമ്പനിയുടെ ഒക്കെ എമൗണ്ടാണ്.
ഇപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനികളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഒരാൾക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു, ആൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എങ്ങനെയാണ് അവർക്ക് പേ ചെയ്യുന്നത് ഈ ഹോസ്പിറ്റൽ ബില്ല്? ശരിക്കും ഇവർ കൊടുക്കുന്ന പ്രീമിയം എമൗണ്ട് ഇവർ പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 പേര് ഒരു ഇൻഷുറൻസ് കമ്പനി ചേരുന്നു, ഒരാൾക്ക് ശരാശരി ഒരു 10,000 രൂപ വെച്ചാണ് പ്രീമിയം എങ്കിൽ ഈ 10,000 രൂപ വെച്ച് 10 പേരുടെ 1 ലക്ഷം രൂപ ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടും. ഇതുകൊണ്ട് ഈ പല ലോകത്തുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ആ ഒരു അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് ഇവരെടുക്കും. അതിനുശേഷം ഒരാൾക്ക് ഈ 10 പേരിൽ ഒരു 1-2 പേർക്ക് ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ബില്ല് വരുന്ന സമയത്ത് ഇവരത് സെറ്റിൽ ചെയ്യും. പക്ഷേ സ്റ്റിൽ അവർക്ക് അവിടെ ലാഭം ഉള്ളത് കൊണ്ടാണ് അവർ ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ഇൻഷുറൻസ് കമ്പനികൾ ഡയറക്റ്റ് പോയി ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കൊള്ളണമെന്നില്ല. അവരെന്ത് ചെയ്യും? മറ്റ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളെ ഈ ഫണ്ട് ഏൽപ്പിക്കും, അവരത് കൊണ്ടുപോയി പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. സോ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ മാത്രമാണ് ഈ ബ്ലാക്ക് റോക്കും വാൻഗാർഡും. ഇവരല്ല ലോകത്തെ ഏറ്റവും വലിയ കമ്പനി. ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അവരെ തിരുത്തിക്കൊള്ളുക. ഇവർക്ക് പിന്നെ സ്വാധീനമുണ്ടോ എന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ മേ ബി ഇവർ വലിയ രീതിയിൽ ഒരു ബൈയോ സെല്ലോ നടത്തുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവും. പക്ഷേ അത് പർപ്പസ്ഫുള്ളി അത് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ ഒത്തിരി റെഗുലേറ്ററീസ് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഏജൻസികളും അതിനെ ട്രാക്ക് ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ആളുകളും ഉണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പം അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു പ്രോപ്പർ ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള കമൻറ്റ്സ് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. സോ അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുപിടുന്നവരെ ടേക്ക് കെയർ, ബൈ.